പരിശുദ്ധ റമദാന് ഏത് നിലക്കാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതേ നിലക്ക് ആവേശത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒരു മാസമാണ്. റമദാനിൽ പ്രത്യേകിച്ച് ശൈത്താനെ പിടിച്ചുകെട്ടുകൊണ്ട് കുറേ ആളുകൾ സജീവമാവാറുണ്ട്. എന്നാൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ എല്ലാ വിഭാഗങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ട നിർദ്ദേശമാണ് റസൂലുള്ളാഹി തങ്ങളിൽ നമുക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ ഓതിയ ഒറ്റ സംഗതി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 10 ദിവസം ഫജ്രി വലയാലി നശ്ർ എന്ന അതിൻ്റെ 10 ദിവസങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമാണെന്നും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വൽഫജ്ർ സൂറത്ത് മുതൽ പ്രത്യേകം സുന്നത്തുണ്ടെന്നും ദുൽഹിജ്ജ 1-ാമത്തെ രാവിൽ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ ഹജ്ജ് ഉംറ ചെയ്യാതെ മരിക്കുകയില്ലെന്നും ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, കേട്ടതാണ്. അത് ജീവിതത്തിൽ പകർത്തിയവർക്ക് അല്ലാഹു ഇനിയും പകർത്താൻ മാറാവട്ടെ. അശ്രദ്ധയായി പോയവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആ 10 ദിവസങ്ങളെ ബഹുമാനിച്ചാൽ ഒറ്റ സംഗതി മാത്രം പറയാം. ഒന്നാമതായി അൽ ബറക്കത്തു ഫീ ഉംരിഹി, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. മറ്റൊന്ന് സിയാദത്തു ഫീ മാലിഹി, സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകും. മറ്റൊന്ന് വൽ ഹിഫ്ദു ഫീ മാലിഹി, സമ്പത്തിന് സംരക്ഷണം നൽകും. വതഗ്ഫീറു ബിസ്സയ്യിആതിഹി, ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. നന്മകൾ ഇരട്ടിയാക്കപ്പെടും. മരണവേദന എളുപ്പമാക്കും, പെട്ടെന്ന് മരിക്കാൻ കഴിയും. ഖബറിന്റെ ഇരുട്ടിൽ അല്ലാഹു വെളിച്ചം നൽകും. നന്മതിന്മകൾ കൂട്ടുന്ന നന്മയുടെ ത്രാസിന് കനം കൂടും. സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ അവർ കിട്ടും. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയാണല്ലോ പെരുന്നാൾ എന്ന് പറയണ 7 നമസ്കാരം. ഞാൻ നീട്ടില്ല. ഈ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണിത്. അടുത്ത കൊല്ലം നമുക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പൊ ഉദഹീയത്തിന്റെ വിഷയം നമുക്കൊക്കെ അറിയാം. അതൊക്കെ വലിയ സുന്നത്തുള്ളതാണ്. അതിനുപോലെ പ്രത്യേക ക്ലാസ് നടത്തുന്നത് ഞാൻ കൂടുതൽ പറയില്ല. കഴിഞ്ഞ പരമാവധി അതിൽ നമ്മൾ ആള് കൂടാൻ വേണ്ടി ശ്രമിക്കണം. അടുത്ത കൊല്ലം കൂടാൻ ഒന്നും നീട്ടി വെക്കരുതെന്ന, നീട്ടി വെച്ചാൽ നമുക്ക് അത് കിട്ടിക്കൊള്ളുന്നില്ല. അൽ ഖയ്യിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിൽ കാണാം, ഏറ്റവും ശക്തമായ ബുദ്ധിമാൻ. ഈ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരണശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണ് ബുദ്ധിമാന്. മരിച്ചതിന് ശേഷം കിട്ടണമല്ലോ എന്ന് വിചാരിച്ചാൽ കിട്ടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ സംസാരം നിർത്തുകയാണ്. ഈ ജൂൺ 5-നാണ് പരിസ്ഥിതി ദിനം ഇവിടെ ആചരിക്കുന്നത്. എല്ലാ കുടുംബവും ആചരിക്കുന്നത്, അത് ആചരിച്ചു പോകുന്നു. പക്ഷെ അത് ആചാരത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മളാണ്, നമ്മളാണ് ഭൂമിയിൽ ജീവിക്കുന്നവർ. ആ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഭൂമി മുൻഗാമികൾ അത് കൃത്രിമം നടത്താത്തതുകൊണ്ട് ഇവിടെ സുഖമായി നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മളൊന്നായാലും ഓലക്കേടാക്കിയാൽ നമ്മുടെ ശേഷം ഒരു തലമുറക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് മാത്രമുള്ളതല്ല ഭൂമി, അത് അവസാന നാൾ വരെ വരുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി പ്ലാസ്റ്റിക് കഴിവിന്റെ പരമാവധി ഉപേക്ഷിച്ച് ഈ ഭൂമിയുടെ സംരക്ഷണത്തിന് ആവശ്യമായ വിഷയങ്ങളിൽ കഴിവിന്റെ പരമാവധി പങ്കാളികളാകണം രൂപപ്പെടുത്തുന്നു. അല്ലാഹു തആല ഭൂമിയോട് ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്യാൻ അല്ലാഹു ാവട്ടെ. നന്മകൾ ചെയ്താൽ വലിയ പ്രതിഫലമാണ്. നമ്മുടെ കയ്യിൽ ഖിയാമത്ത് നാളിന്റെ ആ അലയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. ആ സമയത്ത് അവന്റെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ ആ വിത്ത് കുഴിച്ചിടണമെന്നാണ് റസൂൽ നമ്മെ കൽപ്പിച്ചത്. ആ വിത്ത് മുളച്ചിട്ടുണ്ടാവുന്ന ഒരു വിത്തുമില്ല. ഖിയാമത്ത് നാൾ അലയിൽ കേൾക്കുക, അത് ഒച്ചപ്പാടിൽ കേൾക്കാൻ. ആ സമയത്ത് തന്റെ കയ്യിൽ ഒരു വിത്തുണ്ടോ ആ വിത്ത് കുഴിച്ചിടണം എന്ന് പഠിപ്പിച്ച ദീനിന്റെ ആളുകളാണ് നമ്മൾ. മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചുണ്ടായി നമ്മുടെ പ്രവർത്തനം. നാം ഒരു വിത്ത് കുഴിച്ചിട്ടു, അതിലൊരു വൃക്ഷമുണ്ടായി, അതിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടായി, അതിന്റെ വിത്തുകൾക്ക് വേറെ ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് വൃക്ഷങ്ങൾ കാരണമായി ഉണ്ടായാൽ ആരൊക്കെ അതിനെ ഭക്ഷിക്കുന്നുവോ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന. അത് നമുക്കറിയാലോ. ഒരു നന്മകൾ ചെയ്താൽ ആ നന്മയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നന്മകൾ നടക്കുന്നു അതിന്റെ പ്രതിഫലം ഖിയാമത്ത് നാൾ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിൽപ്പെട്ട വലിയ പ്രധാനപ്പെട്ടതാണ് വൃക്ഷം മരങ്ങൾ നട്ടുപിടിക്കാറുള്ളത്. ഇന്ന് മുഴുവൻ കുറിച്ച് മാറ്റാണ് നമുക്ക് ശ്രമിക്കുന്നത്. അല്ലാഹു തആല ആ നിലക്കുള്ള ജീവകാരുടെ പ്രവർത്തനം നല്ല കാര്യം ചെയ്യാൻ അല്ലാഹു മാറാവട്ടെ. ഇന്ന് 208 ആളുകൾ നിസ്കരിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കം സിറാജ് പത്രത്തിൽ പരസ്യപ്പെടുത്തിയ ആളുകളടക്കം 208 ആളുകൾ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ.